മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മാർച്ച് 19 ഇങ്ങെത്തി. യോസേപ്പിതാവിൻ്റെ മരണത്തിരുനാൾ മഹോത്സവം. യോസേപ്പിതാവിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്. മത്തായി 1:19. ജോസഫ് നീതിമാനായിരുന്നു. ജോസഫ് നീതിമാനാകയാൽ ഭാര്യയെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ ജോസഫ് തീരുമാനിക്കുകയാണ്. കുടുംബജീവിതക്കാരുടെ മധ്യസ്ഥനാണ് യോസേപ്പ്. യോസേപ്പിൻ്റെ കുടുംബജീവിതം ആരംഭിക്കുന്നതേ ഉള്ളൂ. വിവാഹ നിശ്ചയം കഴിഞ്ഞ് തന്നോടൊപ്പം ജീവിക്കേണ്ട പെൺകുട്ടി ഗർഭവതിയാണെന്ന് ജോസഫ് അറിയുകയാണ്. ചങ്ക് തകർക്കുന്നൊരു വാർത്തയാണ്. എന്തെല്ലാം സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരുന്നു. നീതിമാനായ യോസേപ്പ് ഒരു നിയമം ലംഘിച്ചുകൊണ്ട് നീതിപൂർവം പ്രവർത്തിക്കുകയാണ്. മോശയുടെ നിയമപ്രകാരം വിവാഹ ജീവിതത്തിൽ അവിശ്വസ്തത കാണിക്കുന്ന വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. അപ്പം തന്നോട് വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന മേരി കല്ലെറിഞ്ഞു കൊല്ലപ്പെടണം. പക്ഷെ ജോസഫിന് അത് സങ്കല്പിക്കാവുന്നതിനപ്പുറമായിരുന്നു. ജോസഫ് ചിന്തിക്കുന്നത് അവളെ അപമാനിക്കേണ്ട, അവളെ അപകീർത്തിപ്പെടുത്തേണ്ട, അവളെ ജനത്തിൻ്റെ മുന്നിൽ ഇകഴ്ത്തണ്ട. അതുകൊണ്ട് രഹസ്യത്തിൽ അവളെ ഉപേക്ഷിക്കാം. പക്ഷെ മോശയുടെ നിയമം ലംഘിക്കപ്പെടുകയാണ്. അപ്പോൾ ഒരു നിയമം ലംഘിച്ചും അനുകമ്പ കാണിക്കുന്ന ജോസഫിൻ്റെ ആ അനുകമ്പയുണ്ടല്ലോ, മനസ്സിൻ്റെ നൈർമല്യം, അതിന് സ്വർഗം ഉടനെ ഉത്തരം നൽകുന്നുണ്ടേ. സ്വർഗം ജോസഫിന് ഒരു നിർദ്ദേശം നൽകുകയാണ്. എന്താണ് പറയുന്നത്? ഇതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കെ ദൈവം ഒരു ദൂതനെ ജോസഫിൻ്റെ അടുത്തേക്ക് അയക്കുകയാണ്. സ്വപ്നത്തിൽ ആ ദൂതൻ എന്ന് പറയുകയാണ്, ജോസഫേ, നീ സംശയിക്കൊന്നും വേണ്ട. നീ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി പരിശുദ്ധ തന്നെയാണ്. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് മാനുഷിക ബന്ധത്തിലല്ല. അവൾ ഗർഭവതിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. ഇത് കേട്ടപ്പോൾ ജോസഫിൻ്റെ സംശയമൊക്കെ മാറി. മാത്രമല്ല, അവൾ ഗർഭം ധരിച്ച് പ്രസവിക്കുന്ന കുഞ്ഞിനിടേണ്ട പേര് പോലും ജോസഫിന് പറഞ്ഞു കൊടുക്കുകയാണ്. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളില്ലേ? വിവാഹം തന്നെ തടസ്സപ്പെട്ടു പോകുന്നു. വിവാഹിതരായാൽ മക്കളില്ലാത്തവരുടെ ദുഃഖം ഒരിടത്ത്, മക്കൾ വേണ്ടെന്ന് വെക്കുന്നവരുടെ ദുഃഖം വേറൊരിടത്ത്. മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളെ ഓർത്ത് വിഷമിക്കുന്ന മക്കൾ. അങ്ങനെ ഒത്തിരിയേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നേ. മദ്യാസക്തിയുടെ ബന്ധനങ്ങൾ ഒരു വശത്ത്, തഴക്കദോഷങ്ങളുടെ വേറൊരു വശത്ത്, അത്യാഗ്രഹത്തിൻ്റെ ആസക്തികളുടെയൊക്കെ പ്രശ്നങ്ങൾ വേറൊരിടത്ത്. ഇതെല്ലാം കൂടെ നമ്മുടെ കുടുംബജീവിതത്തെ കലുഷിതമാക്കുന്ന ഈ സമയത്ത് ജോസഫിന് ഒത്തിരി പ്രാധാന്യമുണ്ട്. ജോസഫിനെ നമുക്ക് മാതൃകയാക്കാം. ജോസഫിനെ പോലെ ശാന്തത കൈവരിച്ച് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ സ്വർഗം ഒരു ദൂതനെ നമ്മുടെ അടുത്തേക്ക് അയക്കും. ആമേൻ.